കുടിക്കാൻ വെള്ളമോ മറ്റോ വേണോ? വേണ്ട. പെട്ടെന്നുണ്ടായ ദേഷ്യം, ആ ദേഷ്യത്തിലാ അങ്ങനെ ചെയ്തതല്ലേ? ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യൂല. ബെയിൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ? വധശ്രമത്തിനാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല. നാളെ കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ബെയിൽ മൂവ് ചെയ്യാം. FIR ഇട്ടോ? ഇട്ടു. ചാർജ് എടുത്തില്ലായിരുന്നെങ്കിൽ ആ അറ്റംപ്റ്റ് മർഡർ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. അതെങ്ങനെ സാധിക്കും? വളരെ വ്യക്തമല്ല വക്കീലെ, കൊല്ലാനെ കൊണ്ടിടിച്ചെന്ന്. ഈ കേസിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ആശുപത്രി കിടക്കുന്നതേ ഒരു സ്ത്രീയാ. സാറൊന്ന് മനസ്സ് വെച്ചാ. ഇല്ല, ഈ കേസിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇത്തരം കേസിൽ പ്രതിയെ കിട്ടിയ തല്ലാറുണ്ട്. അതൊഴിവാക്കിയിട്ടുണ്ട്. മറ്റൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾക്ക് സിദ്ധുനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ചോ? അതിനൊന്നും ഞാനെതിരല്ല. അത്രയും മനുഷ്യപ്പറ്റില്ലാത്തനല്ല ഞാൻ. ശരിയെന്നാ വക്കീലെ വാ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? വക്കീലൊരിക്കലും ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെങ്ങനെയാ ഇങ്ങനൊരു അവസ്ഥയുണ്ടായത്? നിങ്ങളെങ്കിലും എന്നൊന്ന് വിശ്വസിക്കണം. രാവിലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ പോയതാ. പിന്നെ ആക്സിഡന്റിന്റെ വിവരം ദേവിക വിളിച്ചു പറയുമ്പോഴാണ് വണ്ടിയെടുത്ത് ഞാൻ ഇറങ്ങിയത്. പക്ഷേ പോലീസിന്റെ തെളിവുണ്ട്, അതും വിഷ്വൽ തെളിവ്. ആരെങ്കിലും എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച് ചീറ്റ് ചെയ്തതാണെങ്കിലോ? നമ്പർ പ്ലേറ്റ് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. വണ്ടിയുടെ മോഡല്, നിറം, ഇതൊക്കെ പ്രശ്നമാണ്. എല്ലാം സിദ്ധുവിനെതിരാ. ഞാൻ എന്തായാലും വണ്ടി എടുത്തിട്ടില്ല, അതുറപ്പാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കണമല്ലോ വിശാലെ. ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ പിടിച്ച് അകത്തിടുന്നത് ശരിയല്ലല്ലോ. അറ്റംപ്റ്റ് മർഡർ, വധശ്രമം, അതാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ജാമ്യം കിട്ടാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള വകുപ്പാണെന്ന് അറിയാലോ. പോലീസുകാരുമായിട്ടൊരു ധാരണയിൽ പോകുന്നതായി എപ്പോഴും നല്ലത്. എന്നുവെച്ച് ഒരു നിരപരാധി പിടിച്ച് അകത്തിടുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതെ, ഒന്ന് പതുക്കെ പറയാം. അവരുടെ കയ്യിലെ അവരുടെ ഭാഗം തെളിയിക്കാനുള്ള തെളിവുകളുണ്ട്. വണ്ടി ഏതായാലും അതാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി 2 വഴികളാണ് രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ആ സമയത്ത് സിദ്ധു കോടതിയിലാണെന്ന് തെളിയിക്കണം. 2, ആ വണ്ടി ഓടിച്ചിരുന്നത് മറ്റൊരാളാണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ പോയിന്റ് സ്ഥാപിച്ചെടുക്കുന്നത് അത്ര ഈസിയല്ല. ആദ്യത്തെ പോയിന്റ് ഓക്കെ, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് തെളിയിക്കാൻ പറ്റിയേക്കും. എന്തായാലും എല്ലാ വഴിക്കും നമ്മൾ ശ്രമിക്കും. ധൈര്യമായിട്ടിരിക്കും സിദ്ധു. തെറ്റ് ചെയ്യാത്ത സിദ്ധുവിന് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. ഞങ്ങളെന്നാ പോയിട്ട് വരാം. അമൃതനപ്പം എത്തി. കുറച്ചു നേരമായി. ഞങ്ങള് സിദ്ധുവിനെ കണ്ടു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ സിദ്ധുവിനെ പുറത്തിറക്കിയിരിക്കും. കോടതിയിൽ ഹാജരാക്കുമെന്നല്ലേ പോലീസുകാർ പറഞ്ഞത്? അതെ, കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് നമ്മൾ ജാമ്യം എടുക്കും. കേസ് സ്ട്രോങ് അല്ലേ? ജാമ്യം കിട്ടുമോ? കിട്ടണമല്ലോ, കിട്ടിയിരിക്കും. സിദ്ധു നിരപരാധിയാ. ആരോ ഒരാൾ ഇതിന്റെ പുറകിൽ കളിച്ചിട്ടുണ്ട്. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. പിടിച്ച പ്രശ്നം തീർന്നു. പ്രേമയെക്കുറിച്ചാണെങ്കിൽ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. കുഞ്ഞളിനാണെങ്കിൽ ഇങ്ങനെയും സംഭവിച്ചു. ആകെ കഷ്ടകാലമാണ് ഡോക്ടറെ. ഞാൻ തനിച്ച് എന്ത് ചെയ്യാനാ? ഞങ്ങളൊക്കെ ഇല്ലേ, അമൃതനൊന്നും അറിയണ്ട.
സിദ്ധുവിനെ പുറത്തിറക്കി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അല്ലേ വക്കീലേ? പിന്നല്ലാതെ അതിനല്ലേ ഞാൻ. അളിയന് സിദ്ധുവിനെ കാണണോ? വേണ്ട, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് കുഞ്ഞളിയനെ കാണണ്ട. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചത്? കുഞ്ഞളിയന്റെ വണ്ടി എങ്ങനെ ആക്സിഡന്റ് സ്പോട്ടിൽ വന്നു? അത് തന്നെ ഞങ്ങളെ കുഴയ്ക്കുന്നത്. എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. എവിടെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. സിദ്ധു എന്തായാലും തെറ്റ് ചെയ്ത് കാണില്ലെന്ന് ഉറപ്പാ. പിന്നെ ആരാ അത് ചെയ്തത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഞങ്ങൾ കണ്ടുപിടിക്കോളിയാ. അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങിയത്. ഞാനും വരാം. ഏയ് അത് വേണ്ട. സിദ്ധുവിന്റെ അച്ഛൻ വീട്ടിൽ തനിച്ചല്ലേ. അമൃതൻ വീട്ടിലേക്കല്ലേ. സിദ്ധുവിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. സമാധാനമായിട്ട് പോ, എല്ലാം ശരിയാവും.